ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു യാത്രയെക്കുറിച്ചിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്നത്തെ വീഡിയോ അല്ല കേട്ടോ, ഇന്നലത്തെ വീഡിയോ ആണ്. എഡിറ്റ് ചെയ്ത് സൗണ്ട് കൊടുത്ത് വന്നപ്പോൾ അത് ഇന്നത്തെ വീഡിയോ ആയിരുന്നു മാത്രം. പിന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ പോരെ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നേ ദിവസം ഞാൻ എൻ്റെ കടയിലേക്കുള്ള എല്ലാ പലഹാരങ്ങൾക്കുള്ള കൂട്ടുകളാണ് ഉണ്ടാക്കി വെച്ചത്. അത് കൂടാഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന നമ്മുടെ ഹെയർ ഓയിൽ എല്ലാം തീർന്നു. അപ്പൊ പുതിയ ഹെയർ ഓയിൽ ഉണ്ടാക്കണം. അങ്ങനെ അത് ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് കരുതി. ഇതൊരു 1.5 മണിക്കൂറത്തെ പ്രോസസ്സിംഗ് ആണ്. കൂടുതലൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിലും നമ്മുടെ ഹെയർ ഓയിലിന് ആളുകളുണ്ട്. അതിന്റെ കാരണവും അവർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് കൊണ്ടാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഹെയർ ഓയിലിൽ എന്തെങ്കിലും കെമിക്കൽസ് ചേർക്കാറുണ്ടോന്നും. ഒരു കെമിക്കൽസും ഞാൻ ചേർക്കാറില്ല. നമ്മുടെ അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടുന്നതും പിന്നെ നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്തുമുള്ള കുറേയേറെ സാധനങ്ങൾ നല്ല പ്രാർത്ഥനയോടെ ഞാൻ ഉണ്ടാക്കുന്നു. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നു. അങ്ങനെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അടുക്കള പണികളൊക്കെ തീർത്തിട്ട് ഞാൻ കുളിച്ചൊന്ന് ഫ്രഷ് ആയി. പിന്നെ കടയിലൊക്കെ പോയി ഏത്തപ്പഴമൊക്കെ വാങ്ങിയിട്ട് വന്ന് ഞാൻ നെയിൽ പോളിഷ് ഇടാനിരുന്നു. നെയിൽ പോളിഷ് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഇന്നസ് മോള് വന്നു. അവൾക്കും വേണമെന്ന്. പിന്നെ അവളെയും പിടിച്ചിട്ട് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ പോയി ഫേസിലെ ഹെയർ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് കൃത്യം 1 മണിക്ക് വന്ന് അടുക്കളയിൽ കയറി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി. പണ്ടൊക്കെ എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, നമ്മളെ കൊണ്ട് ഇതെല്ലാം കൂടി ചെയ്യാനൊന്നും പറ്റില്ല എന്ന്. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നൊരു ചിന്ത എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കടയിലേക്കുള്ള എല്ലാ പലഹാരങ്ങളും ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ട് സന്തോഷത്തോട് കൂടി പോയി ഞാൻ റെഡിയായി. എനിക്ക് പോവാണ്ടേ. കാരണം 5 മണിക്കുള്ള വന്ദേ ഭാരതിലാണ് പോകേണ്ടത്. വന്ദേ ഭാരത് കൃത്യ ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ വേഗം പോയി ഷടപടേന്ന് ഒരുങ്ങി. കുറച്ച് മോയ്സ്ചറൈസറും പിന്നെ പൗഡറും കൺമഷിയും ലിപ്സ്റ്റിക്കും മുടി ഒന്ന് വാരി ചൂരി കെട്ടിയപ്പോഴത്തേക്കും എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. 4:40 ആയപ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. നോക്കി നിന്നപ്പോൾ വന്ദേ ഭാരത് കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ കയറി അവർ കഴിക്കാൻ എന്തൊക്കെയോ കൊണ്ടു തന്നു. അതൊക്കെ കഴിച്ച് വീഡിയോ ഒക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. എഡിറ്റിംഗ് ഒക്കെ ചെയ്തു. അങ്ങനെ ഞാനിതാ കോഴിക്കോട് എത്തി. ബൈ. ടാറ്റാ.